നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തമ്മിൽ സംഘർഷം. വിശദീകരണവുമായി 29 സ്കൂൾ ഉടമകൾ രംഗത്ത്. കഴിഞ്ഞ ദിവസമാണ് ചടയമംഗലം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പരിശീലന ഗ്രൗണ്ടിൽ സംഘർഷമുണ്ടായത്. എന്നാൽ ആരോപണ വിധേയനായ വ്യക്തി മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും നേരത്തെ തന്നെ വിവിധങ്ങളായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കെതിരെ വ്യാജ പരാതി നൽകിയതായും സ്കൂൾ ഉടമകൾ ആരോപിച്ചു. ട്രയൽ കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വന്ന് പ്രകോപനമില്ലാതെ ഈ ബൈജൂസിൻ്റെ ഭാര്യയെ കൊണ്ട് എന്നെ അടുപ്പിച്ചത്. എൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുകയും എൻ്റെ മുഖത്തടിക്കുകയും ചെയ്ത് എന്നെ ഇവിടെ തള്ളിയിടുകയും ചെയ്തു. പിന്നീട് പ്രകോപനമില്ലാതെയാണ് ഇതെല്ലാം ചെയ്തത്. എനിക്ക് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൻ്റെ ഭാര്യയാണോ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അടിയായതുകൊണ്ട് എൻ്റെ മുഖത്ത് എൻ്റെ കാരണത്തിന് ആണ് അടിച്ചത്. അതിൽ ബുദ്ധിമുട്ട് ഏറെ ഉണ്ട്. ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും കടക്കിലോട്ട് റെഫറൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനുശേഷമാണ് കേസിന് പോയത്. കേസ് കൊടുത്തിട്ടുണ്ട്. സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒരു പൈസ പോലും ഇതുവരെ ചിലവാക്കിയിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ സ്വന്തമായിട്ട് ചിലവാക്കി നിർമ്മിച്ചിട്ട ഒരു പ്രസ്ഥാനമാണിത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീകളുൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഇവിടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ടും പരിശീലനത്തിനും എത്തിച്ചേർന്നത്. ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഒരുക്കിത്തരാൻ ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ ഈ MPD ഡിപ്പാർട്ട്മെൻറ്റെന്നോ ഒരു നടപടികളും ഉണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ഇവിടെ വന്നു, ഈ വഴി വെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ വന്ന് ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു സംഭവമാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഒരു ടോയ്ലറ്റ് നിർമ്മിച്ച് തരണമെന്നും പറഞ്ഞില്ല. നിർമ്മിക്കുന്നത് ഞങ്ങൾ നിർമ്മിച്ചു, അതിനുള്ള സ്ഥലമെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് പോലും അതിന് പോലും പഞ്ചായത്തിൻ്റെ അടുത്ത മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അനുവാദം തരാമെന്ന് പറഞ്ഞു പോയിട്ട് ആ അനുവാദം പോലും കിട്ടി. കാശ് പിരിച്ചിട്ടുണ്ട്. കാശ് പിരിക്കുന്നത് ഞങ്ങൾ ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കാശ് പിരിവ് നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം കൂടി ധരിപ്പിക്കുകയാണ്. ഈ ബൈജൂസ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഈ ഗ്രൗണ്ടിൽ വന്ന് വിഷയങ്ങളുണ്ടാക്കി അതിന് നിയമം അനുസരിച്ച് അത്ര വിസ്തൃതിയുള്ള ക്ലാസ് റൂമുകളും സർക്കാർ പറയുന്ന ഫീസും അടച്ച് മുഴുവൻ നിബന്ധനകളും അനുസരിച്ചാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യാജമായി ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരും ഈ ഇവിടെ പ്രവർത്തിക്കുന്നത് നിൽക്കുന്ന എല്ലാവരും അംഗീകൃത ലൈസൻസ് ഉള്ളവർ മാത്രമാണ്. അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കാൻ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കുന്ന രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബോധപൂർവം ഈ ശ്രമങ്ങൾ ഈ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു. ബോധപൂർവം തന്നെ, ബോധപൂർവം, തീർച്ചയായും ബോധപൂർവം തന്നെ. ബോധപൂർവം അല്ലാന്ന് പറയാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ ബാക്കിലോട്ട് ഇങ്ങോട്ട് വരാനിട്ട് ആ ബൈജൂസ് എന്ന് പറയുന്ന അയാൾ കൊണ്ട് കയറ്റി. അപ്പോഴത്തേക്ക് വണ്ടി ഇടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടങ്ങ് കയറ്റുകയും ചെയ്തു. അപ്പോഴത്തേക്ക് വണ്ടി ഇടിച്ച് നിർത്തിയേക്കുമായിരുന്നു. ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ മാനസികമായിട്ടങ്ങ് തളർത്തുമായിരുന്നു. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുമ്പം ആ വ്യക്തി ഇങ്ങനെ താഴ്ത്തി കിട്ടാത്ത അപ്പോൾ ബോധപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു എന്നാണോ പറഞ്ഞായിരുന്നു. അടുത്ത എടുക്കാം, അപ്പം ഞങ്ങളൊന്ന് എടുത്ത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് കയറ്റിയായിരുന്നു. യാതൊരു പ്രകോപനവും കൂടാതെ സീനിയർ സ്കൂൾ ഇൻസ്ട്രക്ടറും കടക്കൽ സ്വദേശിയുമായ 65 വയസ്സ് പ്രായമുള്ള ശ്രീരഞ്ജനെ അകാരണമായി മർദ്ദിച്ചതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നത്തിന് തുടക്കമെന്നും ഗ്രൗണ്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി സ്കൂൾ ഉടമകൾ ഫണ്ട് ശേഖരിച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ആരോപണ വിധേയനായ വ്യക്തിയിൽ നിന്നും പണം സ്വീകരിച്ചതെന്നും ആ പണം തിരികെ നൽകിയതായും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ചടയമംഗലത്തെ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന കേന്ദ്രത്തെ ഇല്ലാതാക്കുവാൻ ബോധപൂർവം ചിലരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുകയാണെന്നും അതിനെതിരെ 29 സ്കൂളുകളും ഒന്നിച്ചു നിൽക്കുമെന്നും സ്കൂൾ ഉടമകൾ വ്യക്തമാക്കി. തുടർന്ന് MPDയുടെ നേതൃത്വത്തിൽ ഇന്ന് ടെസ്റ്റ് നടപടികൾ പുനരാരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് വിഷൻ ന്യൂസ്.